വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 426, അതായത് തിങ്കളാഴ്ച ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആ ഒരു എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നത് തന്നെ വെള്ളിയാഴ്ച എപ്പിസോഡ് നിർത്തിയത് തൊട്ടായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു എൻഡിങ്ങിലായിരുന്നു വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് എൻഡായത്. അവസാനം പാറുക്കുട്ടി വന്നിട്ട് ബാസ്ക്കറ്റിൽ നോക്കിയിട്ട് ഇങ്ങനെ ഡയലോഗ് പറയുന്നു, അതോടെ ആ ഒരു എപ്പിസോഡ് എൻഡായി. അപ്പോൾ ഒരു സസ്പെൻസോടെയുള്ള ഒരു എൻഡിങ് ആയിരുന്നു അത്. അപ്പോൾ അതെന്താണ് പാറുക്കുട്ടി ആരോടാണ് സംസാരിക്കുന്നതൊക്കെ അറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു കണ്ടിന്യൂവേഷനുള്ള എപ്പിസോഡുകളാണ്. അതായത് കഴിഞ്ഞ ദിവസം വന്നതുപോലെ ആ ശബരിമല എപ്പിസോഡുകൾ പോലെ ശബരിമല എപ്പിസോഡുകൾ 2 എപ്പിസോഡായിട്ട് കണ്ടിന്യൂസ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതായത് അവസാനം എൻഡിങ്ങിൽ ഒരു നോർമൽ എൻഡിങ് അല്ലാതെ ഒരു കണ്ടിന്യൂവേഷൻ കൊടുക്കുന്നത് പോലത്തെ ഒരു എൻഡിങ്ങിലായിരുന്നു ആ ശബരിമല എപ്പിസോഡുകളൊക്കെ എൻഡായത്. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലും അങ്ങനെ തന്നെയാണ് എൻഡായിരിക്കുന്നത്. 424ാമത്തെ എപ്പിസോഡ് നമുക്കറിയാം 2 കണ്ടന്റിൽ ട്രാവൽ ചെയ്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു അത്. അതായത് ഒരേ ടൈം പാറുക്കുട്ടി ആരോടോ എന്തോ ഒരു കള്ളത്തരം എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് പോയി സംസാരിക്കുന്നതും ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുന്നതും അവസാനം ഒറ്റയ്ക്ക് പോയി ആ ബാസ്ക്കറ്റിൽ നിന്ന് സംസാരിക്കുന്ന പോലത്തെ ഷോട്ടോടെയാണ് ആ ഒരു എപ്പിസോഡ് എൻ്റേത്. അതേപോലെ തന്നെ വേറൊരു കണ്ടന്റ് ആ ഒരു എപ്പിസോഡിലുണ്ടായിരുന്നു. ശങ്കരണ്ണനും റാംകുമാറും വെള്ളം അടിച്ചിട്ട് ഹൈമോദിയോട് അലമ്പുണ്ടാക്കുന്നതും അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു എപ്പിസോഡിൽ മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഈ ഒരു കണ്ടന്റ് പാറുക്കുട്ടിയുടെ കണ്ടന്റ് പാരലായിട്ട് തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ പാറുക്കുട്ടിയുടെ കണ്ടന്റിൽ പാറുക്കുട്ടിയെ എല്ലാവരും ചോദിക്കുകയുണ്ടായി, ശബരിമലയിൽ നിന്ന് വന്നതിന് ശേഷം എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്ന രീതിക്കൊക്കെ. അപ്പോൾ അത് എന്താണ് ആ കള്ളത്തരം, ആരെയാണ് പാറുക്കുട്ടി കൊണ്ടുവന്നിരിക്കുന്നതൊന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ റിവീൽ ചെയ്യാൻ പോകുന്നത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്തുകൊണ്ടും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ്. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സസ്പെൻസോടുള്ള, അതായത് 2 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണേണ്ടിയിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണത്. എന്തായിരിക്കും പാറുക്കുട്ടി ആരെയായിരിക്കും കൊണ്ടുവന്നത് എന്നുള്ളതൊക്കെ ഒരു സസ്പെൻസോടെ തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് എൻഡായത്. അപ്പോൾ ഈ ഒരു സസ്പെൻസോടുള്ള ഒരു എൻഡിങ് ഇഷ്ടപ്പെടുന്ന ആരാധകരുമുണ്ട്, ഇഷ്ടപ്പെടാത്ത ആരാധകരുമുണ്ട്. അതായത് ആ ഒരു സീരിയൽ സമയത്തുള്ള എല്ലാ എപ്പിസോഡുകളും ഏകദേശം ഈ ഒരു രീതിക്കാണ് എൻഡായിക്കൊണ്ടിരുന്നത്. അതായത് ആ ഒരു സമയത്ത് എപ്പിസോഡുകളെല്ലാം ഒരു വലിയൊരു സസ്പെൻസോടെ, അതായത് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തലയുണ്ടാവുന്ന പോലത്തെയുള്ള ഒരു വലിയ സസ്പെൻസോടെ ഉണ്ടാവും. പക്ഷേ അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നത് അതിന് യാതൊരു ബന്ധവുമില്ലാതെ അതിനൊരു സിമ്പിളാക്കി കളയുന്ന പോലത്തെ ഒരു തുടക്കത്തിലായിരിക്കും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള എപ്പിസോഡ് വരിക. അത് ഓഡിയൻസിന് ഒരു വിധം ബോറടിച്ചുകൊണ്ടാണ് ആ ഒരു പരിപാടി തന്നെ നിർത്തിയത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഉപ്പുമുളകിലോട്ട് അങ്ങനത്തെ ഒരു സസ്പെൻസ് എൻഡിങ് ഒക്കെ കടന്നു വരുന്നത് പോലെ ഫീൽ ആവുന്നുണ്ട്. കഴിഞ്ഞ 4 എപ്പിസോഡുകളായിട്ടും അങ്ങനെ തന്നെയാണ് എപ്പിസോഡുകൾ എൻഡായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉപ്പുമുളകിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് സെപ്പറേറ്റ് കണ്ടന്റ് ആയിരിക്കും അടുത്ത എപ്പിസോഡ് വരുന്നത്. ഇതിനും യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷേ മെയിൻ സ്റ്റോറി ആയിട്ടുള്ളൊരു മെയിനായിട്ട് ഈ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതെ തന്നെയാണ് ഉപ്പുമുളകും പോയിക്കൊണ്ടിരുന്നത്. അതായത് 20 മിനിറ്റിൽ ആ ഒരു കണ്ടന്റ് മാത്രമേ അവർ പറയത്തുള്ളൂ. പക്ഷേ മെയിനായിട്ടുള്ളൊരു കണ്ടിന്യൂഷൻ ഉണ്ടാകും. അതായത് ഈ ഫാമിലീൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മെയിനായിട്ടുണ്ടാകും. പക്ഷേ ഓരോ ദിവസവും ഓരോരോ കണ്ടന്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന ഉപ്പുമുളകിൽ ഈ കഴിഞ്ഞ ആഴ്ച തൊട്ടിട്ട് ഒരു പുതിയൊരു ഫോർമാറ്റ് പോലെ വരികയാണ്. അതായത് എപ്പിസോഡുകളും ഒരു ചെറിയ കണ്ടിന്യൂഷനോട് കൂടെയൊക്കെ തന്നെ ഒരു 2 എപ്പിസോഡ് 3 എപ്പിസോഡ് പോലെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ കൊടുക്കുന്നത് പോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. കഴിഞ്ഞ 2 എപ്പിസോഡും അങ്ങനെയായിരുന്നു. ഇപ്പോൾ വെള്ളിയാഴ്ച എപ്പിസോഡ് എൻഡായതും അങ്ങനെയാണ്. തിങ്കളാഴ്ച എപ്പിസോഡ് വെള്ളിയാഴ്ച എപ്പിസോഡ് കണ്ടിന്യൂഷൻ ആണെന്നുള്ളത് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് ഒരു സസ്പെൻസ് ഓപ്പണിംഗ് എപ്പിസോഡാണ്. ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവരിത്രയും സസ്പെൻസോടായിട്ട് എൻഡാക്കിയിട്ട് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ ആ സസ്പെൻസിന് ഒരു വർത്തില്ലാത്ത പോലത്തുള്ള ഒരു ട്വിസ്റ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഓഡിയൻസിന് സ്വാഭാവികമായും ഡിസപ്പോയിൻ്റ് ആകും. മാത്രമല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ഒരു എപ്പിസോഡിലൊന്നും ബാലും നീലവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എപ്പിസോഡിന് എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു കണ്ടിന്യൂഷനായിട്ടുള്ള ഉപ്പുമുളകും, അതായത് സീരിയൽ ടൈപ്പിലുള്ള കണ്ടിന്യൂഷൻ ഓരോരോ എപ്പിസോഡും ട്വിസ്റ്റോടെ എൻഡ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡ് റിവീൽ ചെയ്യുന്നത് പോലെയുള്ള കണ്ടിന്യൂഷനുള്ള ഉപ്പുമുളകുമാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഓരോരോ ദിവസം ഓരോരോ കണ്ടന്റ് ആയിട്ടുള്ള സിറ്റ്കോം രീതിയിലുള്ള ഉപ്പുമുളകുമാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.